പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഈ വിഷവും വിഷപ്പല്ലും വിഷസഞ്ചിയും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക അതിൻ്റെ കംപ്രഷൻ സിസ്റ്റം എല്ലാം ഉണ്ടായിരുന്ന പാമ്പുകൾക്ക് പിന്നീട് വിഷം നഷ്ടപ്പെടുന്നു. അതെന്തുകൊണ്ടായിരിക്കണം? അവിടെയാണ് വീണ്ടും എവല്യൂഷൻ്റെ ശരിയായിട്ടുള്ള ഒരു കളി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ ഈ 2 പാമ്പുകളുടെ കാര്യം പറയാം. ഞാൻ എൻ്റെ വിശദാംശങ്ങൾ കാണിക്കാം. ഇതെന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇതിൽ ഈ മ്യൂട്ടേഷൻ അതിനകത്ത് തർക്കമൊന്നുമില്ലല്ലോ. മ്യൂട്ടേഷൻ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതിന് തർക്കമില്ല. ക്യാൻസർ എന്ന് പറയുന്ന രോഗമുണ്ടെന്നുള്ളത് തർക്കമില്ല. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ സെൽ ഡിവിഷനിൽ തന്നെ വരുന്ന അല്ലെങ്കിൽ ഈവൻ ജീൻ ഡ്യൂപ്ലിക്കേഷനിലോ എന്തോ ആയിക്കോട്ടെ ഇറേഴ്സ് വരാറുണ്ട്. അതിനകത്തൊരു സംശയമില്ല. അപ്പം ഈ ഇറേഴ്സ് വരുമ്പോൾ ആണല്ലോ ഈ നമ്മുടെ അവയവങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഒരു പുതിയ അവയവം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രക്ചറലായിട്ടുള്ള ഒരു വ്യതിയാനം ഉണ്ടാകുന്നു, ഘടനാപരമായ ഒരു വ്യതിയാനം ഉണ്ടാകുന്നു. അത് നമ്മുടെ ഓരോ അവയവങ്ങളിലും മ്യൂട്ടേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ കണ്ണിൽ ഫോർ എക്സാമ്പിൾ, ഞാൻ പലയിടങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ലെറ്റ് മീ റിപ്പീറ്റ്. നമ്മുടെ കണ്ണിൽ മ്യൂട്ടേഷൻ സംഭവിക്കാറുണ്ട്. ലൈക്ക് കണ്ണ് സ്വാഭാവികമായിട്ടും കണ്ണിൻ്റെ ഫങ്ഷൻ ആവശ്യമില്ലാത്ത കുറേ അധികം മ്യൂട്ടേഷൻസ് എന്നാണ് ബേസിക്കലി മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ. ശരിക്കും ആവശ്യമുള്ള രീതിയിലല്ല, ആവശ്യമില്ലാത്ത രീതിയിൽ. അപ്പം അതിനൊരു ഉദാഹരണം പ്രധാനമായിട്ടും 3 തരം മ്യൂട്ടേഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്ന് അനുകൂലമായിട്ടുള്ള മ്യൂട്ടേഷൻസ്. കണ്ണിന് ആ ഒരു മ്യൂട്ടേഷൻ, ഒരു വ്യതിയാനം കോപ്പി എടുക്കുന്നതിൽ ഒരു തെറ്റ് പറ്റി, പക്ഷെ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല, അതുകൊണ്ട് അത് ആ കണ്ണിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നില്ല എന്നിരിക്കട്ടെ. അപ്പോൾ അത് അനുകൂലമായിട്ടുള്ള ഫേവറബിൾ ആയിട്ടുള്ള മ്യൂട്ടേഷനാണ്. ഇനി ചില മ്യൂട്ടേഷൻ സംഭവിക്കും, പക്ഷെ അത് അവയവത്തിൻ്റെ ക്വാളിറ്റിയെയോ അതിൻ്റെ ഫങ്ഷനെയോ യാതൊരു രീതിയിലും അനുകൂലമായോ പ്രതികൂലമായിട്ടോ ബാധിക്കുന്നില്ല. വളരെ ന്യൂട്രലാണ്. അതിനെ ന്യൂട്രൽ ആയിട്ടുള്ള മ്യൂട്ടേഷൻ എന്ന് പറയും. അപ്പോൾ അനുകൂലമായ മ്യൂട്ടേഷനും ന്യൂട്രൽ ആയിട്ടുള്ള മ്യൂട്ടേഷനും വരികയാണെന്നുണ്ടെങ്കിൽ ശരീരം അതിനോട് പ്രതികരിക്കത്തില്ല. അതിൻ്റെ കാര്യമില്ല, വെറുതെ വേസ്റ്റ് ആണ്. ആവശ്യമില്ലാത്ത 2 കാര്യങ്ങൾ. അനുകൂലമാണെങ്കിൽ നല്ലതല്ലേ, ന്യൂട്രൽ ആണെങ്കിൽ നമ്മൾ എന്തിനു ഇടപെടണം എന്ന് വെച്ച് അതാണ് ശരീരത്തിൻ്റെ ഒരു ഒപ്റ്റിമം ലെവലിലുള്ള റിയാക്ഷൻ. എന്നാൽ പ്രതികൂലമായിട്ടുള്ള ഡിലിറ്റീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാനികരമായ മ്യൂട്ടേഷൻസ് വന്നു കഴിഞ്ഞാൽ അതിനെ നീക്കം ചെയ്യാനോ പ്രതിരോധിക്കാനോ ഉള്ള ഒരു പ്രോട്ടീൻ വ്യവസ്ഥ തന്നെ നമ്മളുടെ ശരീരത്തുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ രാവിലെ കാർ ഓടിച്ച് പോകുമ്പോൾ വഴിയിൽ നിറയെ മഞ്ഞ് അല്ലെ സ്നോ വീണ് നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓടിക്കാൻ പറ്റില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അങ്ങനെ ഭയങ്കര വണ്ടി എടുക്കാൻ പറ്റത്തില്ല. എന്നാലൊന്ന് ആലോചിച്ച് നോക്കൂ, ആ സ്നോ വീഴുന്നു, അപ്പം തന്നെ ഇറങ്ങി ആളുകൾ വെട്ടിമാറ്റിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെന്നിരിക്കട്ടെ, നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അതായത് ആ വഴി എന്തിനാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനുള്ളതാണ്. അതിന് തടസ്സമാണ് ഈ സ്നോ. അപ്പം അത് നീക്കം ചെയ്യുന്നു, വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. അതേപോലെ എപ്പോഴും ഡെലിറ്റീരിയസ് മ്യൂട്ടേഷൻസ് നീക്കം ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണുകളും മറ്റ് അവയവങ്ങളും ഒക്കെ അതിൻ്റെ ഫങ്ഷൻസ് വളരെ പെട്ടെന്ന് തന്നെ അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് എല്ലാ ജീവികൾക്കുള്ളതാണ്. ഇതുകൊണ്ടാണ് നമ്മൾ ഈ ഗുഹാമത്സ്യങ്ങൾ അന്ധരായി പോകുന്നത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇതാണ്. ഗുഹാമത്സ്യങ്ങളിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഗുഹ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഈ കടലിലെ ഗുഹയല്ല, കടലിനുള്ളിലുള്ള വളരെ ഇരുട്ട്, അതായത് പ്രകാശം കടന്നു ചെല്ലാത്ത മേഖലകളിലുള്ള ഗുഹകളുണ്ടാവും. ഇടുങ്ങിയ ഗുഹകളിൽ ജീവിക്കുന്ന മത്സ്യങ്ങളുണ്ടാവും. ഈ മത്സ്യങ്ങൾക്ക് കണ്ണും എല്ലാം ഉണ്ട്, നന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ അവിടെ എത്തിയതിന് ശേഷം ആ നീച്ചിൽ അതിൻ്റെ ആഹാരം, അതിൻ്റെ പരിസ്ഥിതി, ഇതിലൊക്കെ വരുമ്പോൾ ഈ കാണുക എന്നുള്ളതിന് യാതൊരു പ്രാധാന്യമില്ല. കാരണം വെച്ചാൽ കാണാൻ കഴിയില്ല, അവിടെ ലൈറ്റ് ഇല്ല. ലൈറ്റ് ഉണ്ടെങ്കിലേ കാണാൻ കഴിയുള്ളൂ. കാഴ്ച എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്ന്, നിങ്ങളുടെ പ്രകാശം പ്രോസസ്സ് ചെയ്യണം. 2, നിങ്ങൾ ചലിക്കുന്ന ജീവികൾക്കും കണ്ണാവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ സെഡൻഡറി ആയിട്ടുള്ള ജീവികൾക്ക് കണ്ണില്ലാതെ പോകുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന പ്രകാശം പ്രോസസ്സ് ചെയ്യണമെങ്കിലും കണ്ണാവശ്യമാണ്. ഇത് രണ്ടും ചലിക്കണം, പക്ഷെ ഇതിന് പ്രകാശം പ്രോസസ്സ് ചെയ്യാത്തതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കേവ് ഫിഷിന്റെ കണ്ണുകളിൽ ഈ മ്യൂട്ടേഷൻസ് നിരന്തരം സംഭവിക്കും. പണ്ട് മില്യൺസ് ഓഫ് ഇയേഴ്സിന് മുന്നേ സംഭവിച്ചു. അപ്പം അതിനകത്ത് അനുകൂലമായ മ്യൂട്ടേഷൻ, പ്രതികൂലമായ മ്യൂട്ടേഷൻ, ന്യൂട്രൽ ആയിട്ടുള്ള മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ് 3ആയിട്ട് തരംതിരിക്കാൻ ഒന്നുമില്ല. അതിനകത്ത് എന്ത് സംഭവിച്ചാലും
അതിന് ഇടപെടേണ്ട കാര്യമില്ല. കാരണം നമുക്ക് പ്രതികൂലം, നമുക്ക് കണ്ണ് കാണ്ടില്ല പ്രശ്നമാണ്. എന്നാൽ ഒരു കേവ് ഫിഷിനെ സംബന്ധിച്ചിടത്തോളം കണ്ണിന് ഹാനികരമായ ഒരു മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ അത് ഉടനെ ചെന്ന് കറക്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഹാനികരമായാലും ഇല്ലെങ്കിലും കണ്ണുള്ളതും ഇല്ലാത്തതും ഒക്കെ ആ ഒരു ഇരുട്ടിൽ ജീവിക്കുന്ന ജീവിയെ സംബന്ധിച്ചിടത്തോളം സമം ഗുണമാണ്. അതുകൊണ്ട് തന്നെ ഡിലിറ്റീരിയസ് മ്യൂട്ടേഷൻസ് നീക്കം ചെയ്യപ്പെടാതെ പോകും. അപ്പൊ കണ്ണിൽ ക്രമക്കേടുകൾ ഉണ്ടാവും. അപ്പൊ കണ്ണില് കാഴ്ചശക്തി നഷ്ടപ്പെടും. നമുക്കറിയാം ഒരുപാട് സംഗതിയിൽ ഒപ്റ്റിമൽ ലെവലിൽ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായിട്ട് കാണാൻ പറ്റുള്ളൂ. അതെല്ലാം നഷ്ടപ്പെട്ട് മില്യൺസ് ഓഫ് ഇയേഴ്സ് ഇങ്ങനെ വരുമ്പം എന്ത് സംഭവിക്കും? ഇതിന്റെ കണ്ണിന്റെ സ്ഥാനത്ത് കണ്ണുണ്ടാവും, കൺപോള ഉണ്ടാവും, അകത്ത് ചിലപ്പോൾ ഒരു കണ്ണും ഉണ്ടാവും, പക്ഷെ കാണാൻ പറ്റില്ല. പുറത്ത് കൊണ്ടുവന്ന് ഇത് നോക്കി കഴിഞ്ഞാൽ അത് പുള്ളി അന്ധമായിരിക്കും. ഇതാണ് ഈ പറയുന്ന പാമ്പുകളുടെ കാര്യത്തിൽ ഞാൻ വിഷം നഷ്ടപ്പെട്ട പാമ്പുകൾ, പഴയ തറവാടൊക്കെ പോലെ ഇപ്പോഴും ഒരു വിഷപ്പല്ലൊക്കെ ഉണ്ട്, ഒരു വിഷസഞ്ചിയൊക്കെ ഉണ്ട്, പക്ഷെ വെനമില്ല. അത് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഡയമണ്ട് ഹെഡുള്ള ആ പാമ്പ്, അതുപോലെ തന്നെ ആമയുടെ തലയുള്ള പാമ്പ്, ഇതിന് രണ്ടിനും സംഭവിച്ചത് ഇവരുടെ ഭക്ഷണ രീതി മാറി. ഇവരുടെ ഭക്ഷണ രീതി പ്രധാനമായിട്ടും മത്സ്യത്തിന്റെ മുട്ട അതിലേക്ക് മാറി. അവർ പ്രധാനമായിട്ടും അത് ഭക്ഷിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ അങ്ങനെയുള്ള സെഡൻഡറി ആയിട്ടുള്ള ഐറ്റംസിലേക്ക് അവർ മാറി. ഈ മുട്ടയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പ് മുട്ട ഇറങ്ങി ഓടത്തൊന്നുമില്ല, മുട്ട അവിടെ ഇരിക്കും. മുട്ടയെ മയക്കേണ്ട കാര്യമില്ല, ന്യൂറോടോക്സിൻ കുത്തിവെക്കേണ്ട കാര്യമില്ല, അതിനെ കൺസ്ട്രക്ട് ചെയ്യേണ്ട കാര്യമില്ല, ശ്വാസം മുട്ടിക്കേണ്ട കാര്യമില്ല. മുട്ട അവിടെ ഉണ്ട്, മുട്ട അങ്ങ് ചെന്ന് നിന്നാൽ മതി. അതിനായിട്ട് ഈ പറയുന്ന വിഷം എന്ന് പറയുന്നത് എന്തിനാണ്? വിഷം ഭയങ്കര ചിലവുള്ള കാര്യമാണ്, വളരെ ചിലവുള്ള കാര്യമാണ്. അത് ഉൽപ്പാദിപ്പിക്കണം, അപ്പൊ കുറച്ച് എനർജി അതിനായിട്ട് ചെലവഴിക്കണം, കുറെ റിസോഴ്സസ് അതിനായിട്ട് ചെലവഴിക്കണം. അപ്പൊ ഒരു മുട്ട തിന്നാനായിട്ട് എന്തിനാണ് വിഷം കൊണ്ട് നടക്കുന്നതെന്ന് ഈ പാമ്പുകൾക്ക് തോന്നിയത് കൊണ്ടല്ല, ഇവല്യൂഷൻ അതിനെ പിന്തുണയ്ക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈ വിഷസഞ്ചി, വിഷം, പല്ലുകൾ, ഇതിനകത്തൊക്കെ സംഭവിക്കുന്ന ഡിലിറ്റീരിയസ് മ്യൂട്ടേഷൻസ് കൺസോൾഡേറ്റ് ചെയ്ത് ഈ അവയവങ്ങൾ ഡിഫെക്റ്റ് ആയി പോകുന്നത് കൊണ്ടാണ് ഈ പറയുന്ന പാമ്പുകൾക്ക് ക്രമേണ വിഷം ടൂൾ കിറ്റ്, വെനം ടൂൾ കിറ്റിന്റെ ഫങ്ഷണൽ എഫിഷ്യൻസി കുറഞ്ഞു വരുന്നത്. അങ്ങനെ അത് നോൺ വെനമസിലേക്ക് പോകും. അതാണ് ആ രണ്ട് പാമ്പുകൾക്ക് സംഭവിച്ചത്. അപ്പം ഈ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് പരിണാമത്തിന്റെ ഏറ്റവും വലിയൊരു എന്താണ് പറയുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു എക്സാമ്പിൾ കൂടിയാണിത്.